ഹായ് കൂട്ടുകാരെ, ഇന്ന് നല്ലൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോകട്ടോ. അപ്പോൾ കുറച്ച് ചിക്കൻ ബാക്കി ഫ്രിഡ്ജിലിരുന്നതാട്ടോ. ഇത് എൻ്റെ അടുത്തല്ല, ചേച്ചിയുടെ അടുത്താട്ടോ. ഞാൻ താഴെ ചേച്ചിയുടെ അടുത്തേക്ക് ഇറങ്ങി വന്നതാണ്. അപ്പോൾ അതേ കുറച്ച് വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത്രയും ചിക്കൻ എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക്, പിന്നെ വേറെ മുളക് പൊടിയൊന്നും ഒത്തിരി ചേർക്കള്ള, പിന്നെ ഒരു സവാളയും വെളുത്തുള്ളിയും, പിന്നെ പെരിഞ്ജീരകം വേണം. ചിക്കൻ ഞാൻ കഴുകി വാരിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വെച്ചേക്കണേ കേട്ടോ. അത് പിന്നെ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും വറ്റൽമുളകും കൂടെ ചതച്ചെടുത്തു, പെരിഞ്ജീരകവും കൂടെ ചേർത്ത് ചതച്ചു. പിന്നെ ഒരു പാൻ വെച്ചിട്ട് ഈ ചതച്ച് വെച്ചേക്കണ എല്ലാം അതിലോട്ട് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലോണം ഇത് മൊരിഞ്ഞു വന്നോട്ടെ, എന്നാലേ ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ആ മഞ്ഞൾപ്പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാൻ ഇച്ചിരി ഒരു നുള്ള ഇട്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇത് കട്ടായിപ്പോയി. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് തിളച്ചപ്പോൾ തുറന്നതാട്ടോ അത്. ഇപ്പോൾ വെള്ളമൊക്കെ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ ഒന്നും കൂടി മൂടി സിമ്മിൽ വെച്ച് വറ്റിച്ചെടുക്കണം. എന്നാലാണ് ഇതിലൊട്ടും വെള്ളം ചേർക്കേണ്ട, ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനല്ലേ. അപ്പോൾ ഇങ്ങനെ തന്നെ ഒന്ന് മൂടി വറ്റിച്ചെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റുള്ളത് ഏകദേശം കണ്ട വെള്ളം ഏകദേശം വറ്റി. എന്നിട്ട് ലാസ്റ്റ് അതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് തുറന്ന് വെച്ച് തന്നെ കേട്ടോ. പിന്നെ വെള്ളം ഇച്ചിരി ശകലം ഇതും കൂടെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ തുറന്ന് വെച്ചിട്ട് തന്നെ അങ്ങ് വറ്റിച്ചെടുത്തു. നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും പറഞ്ഞു എന്നുള്ളൂ. നല്ല ടേസ്റ്റുള്ള ചിക്കൻ റോസ്റ്റായിരുന്നു. അപ്പോൾ തുറന്ന് വെച്ചിട്ട് തന്നെ കുറച്ചും കൂടി ഇതിലൊരു വെള്ളമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട്, അധികം മസാലയൊന്നും വേണ്ട. ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കാണുന്നവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പ്ലീസ്. താങ്ക്